ഏറ്റവും വലിയ നികുതി കൊള്ളയാണ് ഈ വർഷത്തെ ബജറ്റിലുണ്ടായത്. ഏറ്റവും വലിയ നികുതി കൊള്ള 3000 കോടി മാത്രമല്ല ഇഫക്റ്റ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് കെട്ടിടക്കരം വർദ്ധിപ്പിക്കാൻ വേണ്ടി 1000 കോടി രൂപ പിരിച്ചെടുക്കാൻ പറഞ്ഞിരിക്കുക. അപ്പൊ സാധാരണ ജനങ്ങളുടെ മീതെ 4000 കോടി രൂപയുടെ ഇഫക്റ്റായി. 4000 കോടി രൂപയുടെ ഇഫക്റ്റായി. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത്, മഹാദുരന്തങ്ങൾ ഉണ്ടായ ഒരു സംസ്ഥാനത്ത്, മഹാമാരിയും മഹാപ്രളയവും ഒക്കെ ഉണ്ടായ ഒരു സംസ്ഥാനത്ത്, ജപ്തി നോട്ടീസുകൾ പ്രവഹിക്കുന്ന ഒരു കാലത്ത്, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവുള്ള ഒരു കാലത്ത്, വിലക്കയറ്റം രൂക്ഷമായി നിൽക്കുന്ന ഒരു കാലത്ത് ഈ 4000 കോടി രൂപയുടെ അധികഭാരം സാധാരണക്കാരന്റെയും പാവപ്പെട്ടവരുടെയും തലയിൽ ഈ സർക്കാർ കെട്ടിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് UDF കേരളത്തിലെ പ്രതിപക്ഷം പ്രത്യക്ഷ സമര പരിപാടികളുമായി നികുതി കൊള്ളക്കെതിരായിട്ട് ഇറങ്ങുകയാണ്. ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഈ നികുതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ അശാസ്ത്രീയമായ കേരളത്തിന്റെ സമ്പദ്ഘടനയിലും ജനജീവിതത്തിലും ദുരിതപൂർണമായ സാഹചര്യം അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഈ അശാസ്ത്രീയമായ നികുതികൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിലേക്ക് പ്രതിപക്ഷം കടക്കുകയാണ്, UDF കടക്കുകയാണ് എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് മാജിക്കാണ്. കാരണം ആളുകളെ കബളിപ്പിക്കുന്നതാണ്. ഓരോ തരത്തിൽ മാജിക്കാണ്. ആളുകളെ കബളിപ്പിക്കുന്ന മാജിക്കാണ്. കാരണം യാഥാർത്ഥ്യവും കാണിക്കുന്നതും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. മാജിക്കില്ലേ? നേരിട്ടല്ലേ. ഫെയർ വാല്യൂ കഴിഞ്ഞ വർഷം 10% കൂട്ടിയതാണ്. ഈ വർഷം വീണ്ടും കൂട്ടുവാണ് 20%. അതാണ്. ഒരു സയന്റിഫിക് അല്ല. ഒരു ടാക്സേഷൻ എപ്പോഴും ടാക്സ് ഏർപ്പെടുത്തുന്ന മേഖലയെ കുറിച്ച് പഠിച്ചിട്ട് വേണം. ഈ മദ്യത്തിന് 4% വീണ്ടും കൂട്ടിയതാണ്. അടുത്ത കാലത്ത് വീണ്ടും കൂട്ടുകയാണ് മദ്യത്തിന്. അതുണ്ടാകുന്ന സോഷ്യൽ ഇമ്പാക്ട് ഉണ്ടാകുന്ന പരിശോധിക്കണ്ടേ? നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ചെറുപ്പക്കാർ ഡ്രഗ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു കാലത്താണ് മദ്യത്തിന്റെ വില വീണ്ടും വർദ്ധിപ്പിക്കുന്നത്. അല്ല, നമ്മൾ നേരത്തെയും കൂട്ടിയിട്ടുണ്ട്. നേരത്തെ കൂട്ടിയിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഒരു പരിധിയില്ലാതെ കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. മാത്രമല്ല, മദ്യത്തിന്റെ വില കൂട്ടുന്നത് ഇപ്പൊ ഡ്രഗ്സ് ഉപയോഗം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാമൂഹ്യ സാഹചര്യം കൂടി പരിഗണിക്കണ്ടേ? അതാണ് തീർച്ചയായിട്ടും ഉണ്ട്. അത് ഒരു തെറ്റായ ഒരു സമീപനമാണ്. ആളുകൾ സാധാരണ മദ്യത്തിന് വില കൂട്ടിയാൽ പ്രതികരിക്കാറില്ല ഒരു പ്രതിപക്ഷവും സാധാരണ. ഞങ്ങളത് പറയാറുണ്ട്. ഇപ്പൊ തന്നെ മദ്യത്തിന്റെ വില കൂടിയാൽ സാധാരണക്കാർ മദ്യപിക്കുന്ന ആളുകൾ വില കൂടിയെന്ന് കരുതിയിട്ട് ഇന്നലെ കഴിച്ചിരുന്ന 3 പെഗ് ഇന്ന് 2 പെഗ് ആക്കില്ല. വീട്ടിൽ കൊടുക്കുന്ന പൈസ കുറയും. ഈ മദ്യപിച്ചിട്ടുള്ള ബാക്കിയുള്ള പൈസയാണല്ലോ വീട്ടിൽ കൊടുക്കുന്നത്. മദ്യം കൂടുതൽ വില കൊടുത്ത് മേടിക്കുമ്പോൾ വീട്ടിൽ കൊടുക്കുന്ന പൈസ, വീട്ടിലെ ചെലവിന് കൊടുക്കുന്ന പൈസ കുറയും. അപ്പൊ സ്ത്രീകളും കുട്ടികളും തന്നെയാണ് ആ ഒരു സാമൂഹ്യ വിപത്ത് എന്ന നിലയിൽ വീണ്ടും അതിന്റെ ഇരകളാവുന്നത്. ഒരു തരത്തിലുള്ള പഠനവും നടന്നിട്ടില്ല. ഇതാണ് പറയാനുള്ളത്.